ഈ പറഞ്ഞ ഒരു ഗ്രഹം നീചത്തിൽ പോയാൽ നീചഭംഗ രാജയോഗം ഉണ്ടെങ്കിൽ ആ ജാതകൻ ആ സമയം ശനിദശാകാലം വരുമ്പോൾ ഒന്ന് താഴോട്ട് പോകും, കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും, എന്നിട്ട് പെട്ടെന്ന് ഒരു ഉയർച്ചയിലേക്ക് എത്താനുള്ള സാധ്യത ഉണ്ട്. അതാണ് ഇപ്പോൾ ഈ ജാതകത്തിൽ നമുക്ക് ആ യോഗമുണ്ട്. അതാണ് ഇവിടെ ചന്ദ്രൻ്റെ കൂടെയാണ് നിൽക്കുന്നത്. എന്താര് ഈ ശനി നിൽക്കുന്ന രാശിയുടെ അധിപനായിട്ടുള്ള കുജൻ അല്ലെങ്കിൽ ചൊവ്വ നിൽക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാകണം നിർബന്ധമില്ല. അങ്ങനെ ഇല്ലെങ്കിൽ ശനിദശാകാലത്ത് കുറച്ച് കഷ്ടപ്പെടും. അപ്പോൾ അതിന് ചെയ്യേണ്ടത് എന്താണ്? ആ ശനിദശ ആകുന്നതിനൊരു 2 വർഷം മുമ്പെങ്കിലും ഈ പറഞ്ഞ പോലെ ശനിയുടെ ലോഹങ്ങൾ ധരിക്കുക. പറ്റുമെങ്കിൽ സാമ്പത്തികം കൂടുതലുള്ളവർക്ക് രത്നങ്ങളാകാം, അല്ലെങ്കിൽ സാധാരണക്കാരാണെങ്കിൽ നമുക്ക് അതിൻ്റെ ലോഹങ്ങൾ ധരിക്കാം. പിന്നെ എന്താണ് അതിൻ്റെ ദേവത ശനിദശാകാലം എന്ന് പറയുന്നത് എന്താണ്? ആയുസിൻ്റെ കാരകനായതുകൊണ്ട് പറഞ്ഞ പോലെ മഹാദേവനെ ശനി തുടങ്ങുന്നതിന് ഒരു 2 വർഷം മുമ്പ് തന്നെ ഉപാസിച്ചു തുടങ്ങുക, പ്രദോഷവ്രതങ്ങൾ എടുക്കുക, പറ്റുന്ന പോലെ തന്നെ നല്ല ഭയഭക്തിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുക. ശാസ്താവിനെ അഭയം പ്രാപിക്കാം. അതുപോലെ തന്നെ നീരാഞ്ജനം എന്ന് പറയുന്ന എള്ളുതിരി നെയ്യൊഴിച്ച് കത്തിക്കാം, അത് വീട്ടിൽ കത്തിക്കാം, അമ്പലത്തിൽ പോയി വഴിപാട് കഴിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു മുൻകൂട്ടി നമ്മൾ ചെയ്താൽ ഈ ജാതകന്, അല്ലെങ്കിൽ ഏത് ജാതകനാണെങ്കിലും ആ ദശയുടെ ഒരു തിക്തമായ ഫലങ്ങളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും? മോചനം നേടാൻ പറ്റും. എങ്കിലും കുറേയൊക്കെ നമുക്ക് അനുഭവിക്കേണ്ടി വരും. എങ്കിലും നമ്മളെ അധികം കഷ്ടപ്പെടുത്താതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും. അപ്പം ഇങ്ങനെയാണ് ഓരോ ദശാകാലങ്ങളും നമുക്ക് അനലൈസ് ചെയ്യുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇതിങ്ങനെ ഓരോ ഗ്രഹനില എടുത്തു നോക്കും. അപ്പോൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഗ്രഹനില എടുക്കുക. എനിക്ക് കഴിഞ്ഞ ദശാകാലം എങ്ങനെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്നത് എങ്ങനെയായിരിക്കാം, ഇപ്പോഴത്തെ എങ്ങനെയായിരിക്കാം സ്ഥിതി ഒക്കെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ വ്യാഴദശാകാലമാണ്, അത് നല്ല രീതിയിലായിരിക്കും. കാര്യം വ്യാഴം സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ നല്ല രീതിയിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. ആ ചോദിച്ചോളൂ. നമ്മളിപ്പോ ജനിച്ച ദശ പകുതി നമുക്ക് കൂട്ടാവോ ജനിക്കുന്ന ആ സമയത്തെ? പകുതി കൂട്ടണ്ട. പകുതി അത് നമ്മളൊരു പെട്ടെന്നൊരു കണക്കിന് വേണ്ടിയാണ് നമ്മൾ പകുതി കൂട്ടുന്നത്. മനസ്സിലായോ? ഇപ്പൊ ചൊവ്വാദശ എന്ന് പറയുന്നത് 7 വർഷമാണ്. പക്ഷെ ഇവിടെ നോക്കിക്കേ, 1 വർഷം 1 മാസം 23 ദിവസമേ കൂട്ടിയിട്ടുള്ളൂ. കേട്ടോ? അതെന്തുകൊണ്ട് അവർക്ക്, അല്ലെങ്കിൽ 3.5 വർഷം നല്ല കൂടെ കൂട്ടുള്ളൂ. അത് നമ്മൾ മനക്കണക്ക് പെട്ടെന്ന് ദശ പറയുമ്പോഴത്തേക്കും, അതായത് ഒരു ദിവസം, ഈ ദിവസത്തിൽ എപ്പോഴാണ് ജനിച്ചതിനെ ആശ്രയിച്ചിരിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ദിവസം രാവിലെ 6 മണിക്ക് തുടങ്ങി കൃത്യം ഉച്ചയാകുമ്പം, അതായത് 24 മണിക്കൂറാണല്ലോ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പോൾ കൃത്യം 12 മണിക്കൂർ ആ ദിവസം തുടങ്ങി 12 മണിക്കൂർ ആകുമ്പോൾ ജനിച്ചാൽ ഈ പറഞ്ഞ പോലെ ശരിയാണ്, പകുതി കൂട്ടാം. പറഞ്ഞാൽ മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഈ കുട്ടി ജനിച്ചത് എപ്പോഴാണെന്ന് നോക്കാം. ഏഴ് മണിക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു അനുപാതികമായിട്ടായിരിക്കാം ആണ് ഇത് വരുന്നത്. നമ്മൾ പകുതി എടുക്കുക എന്ന് പറയുമ്പോൾ ചുമ്മാ ഒരു മനക്കിടക്ക് പോലെ നമ്മൾ ഓക്കെ ആദ്യത്തെ ദശ പകുതി, അത് നമ്മൾ നാട്ടിൻപുറത്ത് നമ്മൾ ശീലിച്ച ഒരു രീതി അത്. പക്ഷേ ഒരു ജ്യോതിഷത്തിൻ്റെ ലെവലിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ആക്യുറസി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റാണ്. ശരിയല്ലേ? അപ്പോൾ ആക്യുറേറ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ വെബ്സൈറ്റ് ഉപയോഗിച്ച് നമ്മൾ കണ്ടുപിടിക്കണം. ഇതിപ്പോൾ ഉദയം കഴിഞ്ഞ് ഏതാനും ദിവസമേ സമയമായിട്ടുള്ളൂ. ഏകദേശം 1 മണിക്കൂറൊക്കെ ആയിട്ടുള്ളൂ, 1.5 മണിക്കൂറൊക്കെ ആയിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പോൾ കറക്റ്റ് കണക്ക് കൂട്ടുമ്പോൾ ഇങ്ങനെ ഒരു മണിക്കൂർ
1 വർഷം 2 മാസം എന്ന് കൂട്ടി. അത്രയും ആണ്. കറക്റ്റ് ദിവസങ്ങൾ കൂട്ടുവാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ സമയം വരുന്നത്. അപ്പോൾ ശിഷ്ടം ഇത്രയേ അനുഭവിക്കുന്നുള്ളൂ. 1 വർഷം മാത്രമേ ഉള്ളൂ ആദ്യത്തെ ദശാകാലം വരുന്നുള്ളൂ. 1999 ജനനം. ചൊവ്വ ദശാകാലം എന്ന് പറയുന്നത് ഏപ്രിൽ 30 ആകുമ്പോൾ തീർന്നു. അപ്പോൾ ഏകദേശം 1 വർഷവും 2 മാസമേ ഈ ജാതകന് 7 വർഷം ദൈർഘ്യമുള്ള ചൊവ്വാദശ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ സൈറ്റ് ഉപയോഗിച്ച് എടുത്തു നോക്കണം. അപ്പോൾ അതുപോലെ ഈ ജാതകന് രാഹുർ ദശയായിരുന്നു 2000 കഴിഞ്ഞ്, അതായത് 2 വയസ്സ്, ഏകദേശം 1 വയസ്സ് കഴിഞ്ഞ് ഇപ്പം മുതൽ എന്താണ് രാഹുർ ദശയാണ്. നമുക്ക് പൊതുവേ അറിയാം രാഹുർ ദശ അത്ര നല്ലൊരു സമയമല്ല, എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. എന്ത് ചെയ്താലും ഒരു ഫലത്തിലേക്ക് എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. പക്ഷേ അതിന് മാറ്റമുണ്ട്. അതെങ്ങനെയാണ്? നമ്മൾ പഠിച്ചു രാഹു കേതുക്കൾ. രാഹുവും കേതുവും എന്താണ്? ഛായാഗ്രഹങ്ങളാണ്, ശരിക്കുള്ള ഗ്രഹങ്ങളല്ല, സോളിഡ് ബോഡീസ് അല്ല, അത് നിഴലാണ്, അല്ലെങ്കിൽ ഇമാജിനറി പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അതിന് പൂർണ്ണമായിട്ടും നമുക്ക് മോശമായിരിക്കും എന്ന് പറയാൻ പറ്റത്തില്ല. എങ്ങനെയാണത് അറിയുന്നത്? ഇവിടെ രാഹു എവിടെയാണ് നിൽക്കുന്നത് നമ്മൾ നോക്കണം. ഇതാണ് സ. ഇവിടാണ് സായാണ് രാഹുവിനെ സൂചിപ്പിക്കുന്നത്. ഈ രാഹു നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ അധിപൻ, അതായത് നമ്മൾ മുമ്പ് വ്യാഴത്തിൻ്റെ നോക്കി, വ്യാഴദശാകാലം അറിയാൻ വേണ്ടി വ്യാഴത്തിൻ്റെ ബലം നോക്കിയാൽ മതി. പോയിന്റ് നോട്ട് ചെയ്യണം. ഗ്രഹമാണെങ്കിൽ എന്താണ്? ആ ഗ്രഹത്തിൻ്റെ ബലമാണ് നമ്മളവിടെ നോക്കേണ്ടത്. പിന്നെ രാഹുവോ കേതുവോ ആണെങ്കിലോ, രാഹു നിൽക്കുന്ന, അത് ഗ്രഹമല്ലാത്തതുകൊണ്ട് രാഹുവോ കേതുവോ നിൽക്കുന്ന രാശിയുടെ അധിപൻ അതാരാണ്? ചന്ദ്രനാണ്. ഇവിടെ നമ്മൾ ഇമേജ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ചന്ദ്രനാണ്, കർക്കിടകൻ രാശി, ചന്ദ്രനാണ് അതിൻ്റെ അധിപൻ. അപ്പോൾ ആ ചന്ദ്രനാണ് ഈ രാശിയുടെ അധിപൻ. ആ ചന്ദ്രന് ബലമുണ്ടെങ്കിൽ മാത്രമേ രാഹു നന്നാകുകയുള്ളൂ, നല്ല രീതിയിലാകുകയുള്ളൂ. ഇവിടെ ചന്ദ്രൻ നിൽക്കുന്ന ഇവിടാണ്. ചന്ദ്രൻ തൊട്ടടുത്ത രാശിയിൽ നീചസ്ഥനാകാൻ പോവാണ്. അപ്പോൾ ചന്ദ്രന് ബലം എന്ന് പറയുന്നത് 7ൽ 1 ബലമേ ഉള്ളൂ. ഇവിടാണ് ചന്ദ്രൻ്റെ നീചരാശി. അപ്പോൾ ചന്ദ്രന് ഒട്ടും ബലമില്ല. അതുപോലെ തന്നെ ചന്ദ്രൻ്റെ കൂടെ ചൊവ്വ നിൽപ്പുണ്ട്, അത് മോശമാണ്, ചന്ദ്രൻ്റെ ഗുണം ചെയ്യത്തില്ല. ചൊവ്വ ചന്ദ്രൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ, ചന്ദ്രൻ മനസ്സിൻ്റെ കാരകനാണ്, കുജൻ എന്ന് പറയുന്ന അഗ്നിയാണ് എന്ന് പറയുന്നത് ചൊവ്വ. അപ്പോൾ ജാതകന് മാനസികമായിട്ട് വളരെ പിരിമുറുക്കങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. അതാണ് പൊതുവേ ഉള്ള ലക്ഷണം. അപ്പോൾ ചന്ദ്രന് ബലമില്ലാത്തതുകൊണ്ടും ചൊവ്വ കൂടെ നിൽക്കുന്നത് കൊണ്ടും ഈ രാഹുർ ദശ വളരെയധികം കഷ്ടപ്പാടും ദുരിതങ്ങളുള്ളതായിരിക്കും ജാതകൻ ആയിരുന്നിരിക്കാം. 18 വർഷമാണ് രാഹുർ ദശ. അതേസമയം ഈ ചന്ദ്രൻ നല്ല ബലവാനായിരുന്നു. ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രം എന്ന് പറയുന്നത് ഇവിടാണ്. ചന്ദ്രന് ഏറ്റവും കൂടുതൽ ബലമുള്ളത് ഇവിടാണ്. ഇവിടെയാണ് ചന്ദ്രൻ നിന്നിരുന്നെങ്കിൽ ഈ രാഹു അധികം പ്രശ്നം ഉണ്ടാക്കിയില്ല. പിന്നെ വേറൊരു ഗുണമുള്ളത് എന്താണ്? ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ വ്യാഴം നിൽപ്പുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി 1, 2, 3, 4, 5. ഈ രാഹുവിനെ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്തു പറ്റും? നെഗറ്റിവിറ്റി കുറയ്ക്കും. രാഹു അത്രമാത്രം ദോഷം ചെയ്യത്തില്ല. ഈ വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട്